എന്തുകൊണ്ടാണ് നമ്മൾ ചന്ദ്രൻ്റെ ഒരേ വശം തന്നെ എപ്പോഴും കാണുന്നത് എന്ന് അനിമേഷൻ്റെ സഹായത്തോടെ എളുപ്പം മനസ്സിലാക്കാം. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്താൽ ഭൂമിക്ക് ചുറ്റും വലം വെക്കുന്ന ഭൂമിയുടെ ഏക നാച്ചുറൽ സാറ്റലൈറ്റാണ് ചന്ദ്രൻ. ഭൂമിക്ക് ചുറ്റും ഒരു പ്രാവശ്യം കറങ്ങാൻ ചന്ദ്രൻ ഏകദേശം 27.3 ദിവസങ്ങളെടുക്കും. ഭൂമിയിൽ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് എപ്പോഴും ചന്ദ്രൻ്റെ ഒരേ വശം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഈ വശത്തെ നമ്മൾ നിയർ സൈഡ് എന്ന് വിളിക്കുന്നു. നമുക്ക് കാണാൻ കഴിയാത്ത വശത്തെ ഫാർ സൈഡ് എന്നും വിളിക്കുന്നു. മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി രണ്ട് വശത്തിനും രണ്ട് നിറം നൽകുന്നുണ്ട്. ഇനി ചന്ദ്രൻ്റെ കറക്കമൊന്ന് നോക്കിയേ. ഇത് കാണുമ്പോൾ ചന്ദ്രൻ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്നില്ലേ? അപ്പോൾ ശരിക്കും ചന്ദ്രൻ സ്വയം കറങ്ങുന്നില്ലേ? സപ്പോസ് ചന്ദ്രൻ സ്വന്തം ആക്സിസിൽ കറങ്ങുന്നില്ല എന്ന് കരുതുക. അപ്പോൾ ചന്ദ്രൻ്റെ ഒരേ വശം തന്നെ നമ്മൾ കാണുന്നുണ്ടോ എന്ന് നോക്കാം. ചന്ദ്രൻ സ്വയം കറങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ഒരു ലൈൻ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും കറങ്ങുമ്പോൾ ലൈൻ ഒരേ ദിശയിൽ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ ചന്ദ്രൻ സ്വയം കറങ്ങാതിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്നും നമുക്ക് എല്ലാ വശവും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തു മനസ്സിലാക്കാം? ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. ഇനി ഭൂമി കറങ്ങുന്നത് പോലെ ചന്ദ്രനെ സ്വന്തം ആക്സിസിൽ ഒന്ന് കറക്കി നോക്കാം. ഇങ്ങനെ കറങ്ങുമ്പോഴും ഭൂമിയിൽ നിന്നും ചന്ദ്രൻ്റെ എല്ലാ വശവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതിൻ്റെ ഉത്തരമാണ് ടൈഡൽ ലോക്കിംഗ്. ടൈഡൽ ലോക്കിംഗ് കാരണം ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ വലം വെക്കാൻ എടുക്കുന്ന അതേ സമയം കൊണ്ട് തന്നെയാണ് സ്വന്തം ആക്സിസിൽ ഒരു തവണ കറങ്ങുന്നതും. ഇപ്പോൾ കറങ്ങുന്നതൊന്ന് നോക്കിയേ. സ്വയം കറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ വരച്ച ആ വര ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ഭൂമിയെ ഒരു തവണ കറങ്ങി പൂർത്തിയാകുമ്പോൾ തന്നെയാണ് സ്വയം ഒരു തവണ കറങ്ങി പൂർത്തിയാകുന്നതും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചന്ദ്രൻ്റെ ഒരു സൈഡ് മാത്രമേ കാണൂ. ഇനി എന്താണ് ഇതിൻ്റെ അല്ലെങ്കിൽ ഈ ടൈഡൽ ലോക്കിംഗ് ഉണ്ടാകുവാനുള്ള കാരണം? അത് അടുത്ത വീഡിയോയിൽ പറയാം. ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.